റെഡ്മിയുടെ റെഡ്മി A1 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള മിക്ക കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി A1 എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത, ഏത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി A1 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. അപ്പം HD റെസൊല്യൂഷൻ മാത്രമേ ഇതിൽ വരുള്ളൂ. പിന്നെ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും ഇതിൽ വരില്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും വരില്ല. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അപ്പം ഇതൊന്നും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ് സെൻസർ വരാൻ ചാൻസ് ഇല്ല. എന്തായാലും ഏത് പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. നല്ല കുറഞ്ഞ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിംഗർ പ്രിൻറ് സെൻസർ ഇല്ലാത്തത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. 6000, 6500 അല്ലെങ്കിൽ മാക്സിമം ഒരു 7000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത് വലിയ കംപ്ലൈൻ്റ് അല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 192 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 9.09 mm ആയിരിക്കും. ഈ ഫോണിൻ്റെ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ എന്നീ 3 കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio A22 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഒക്ടാ കോർ പ്രോസസ്സർ പോലുമല്ല, ഇതൊരു ക്വാഡ് കോർ പ്രോസസ്സർ മാത്രമാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നടന്നു പോവേണ്ടതാണ്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറേ ഇതിൽ വരുള്ളൂ. 5G സപ്പോർട്ട് ചെയ്യില്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 2GB റാമും 32GB ഇൻറ്റേർണലും വരാനാണ് സാധ്യത. പിന്നെ 3GB റാമുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. LPDDR4Xൻ്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരും. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ അവരുടെ ടീസറിൽ ക്ലീൻ സോഫ്റ്റ്വെയർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണോ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചിലപ്പം ഈ സോഫ്റ്റ്വെയറിന് ആ ഒരു എക്സ്ട്രാ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതായേക്കാം. അതുപോലെ തന്നെ പരസ്യങ്ങളും എടുത്ത് കളഞ്ഞിട്ടുണ്ടായേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഇല്ല. എന്തായാലും പരസ്യത്തിൽ അവർ ക്ലീൻ സോഫ്റ്റ്വെയർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ വരുമോ എന്നും പറയാൻ പറ്റില്ല. ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാമൊക്കെ കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഫോണിൽ ഹാങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ലൈറ്റ് വെർഷനാണ് കൊടുക്കാറ്. ചിലപ്പം അതായിരിക്കാനും ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഫുൾ വെർഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു സെക്കൻഡറി സെൻസറും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആയിരിക്കും വരിക. 5000 mAhന്റെ ബാറ്ററി ഈ ഫോണിൽ വരും. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും ഇതിൽ വരിക. ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആയിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 6 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ അടുത്ത് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെ ന്യൂസുകളും പുറത്തു വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6000 അല്ലെങ്കിൽ മാക്സിമം ഒരു 7000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. അതിന് മാത്രം ഉള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുള്ളൂ. എന്തായാലും റെഡ്മിയുടെ പുതിയൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആയിരിക്കും റെഡ്മി A1 എന്ന ഫോൺ. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് പ്രൈസിങ്ങിലാണ് ഈ ഫോൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.